കണ്ണൂർ ജില്ലയിൽ LDF അടിത്തറ ശക്തമെന്ന് CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. 8 അസംബ്ലി മണ്ഡലങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പിലും LDF മുന്നിലാണ്. UDF വർഗീയ വിഭജനത്തിലൂടെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും വിജയിച്ചത്. ലീഗും ജമാഅത്തെ ഇസ്ലാമിയും വർഗീയ ചേരിതിരിവുണ്ടാക്കിയെന്നും KK രാഗേഷ് പറഞ്ഞു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിലെ കോട്ടയ്ക്ക് ഒരു ഇളക്കവും സംഭവിച്ചിട്ടില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറഞ്ഞു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് വോട്ടടിസ്ഥാനത്തിൽ എങ്ങനെ നോക്കിയാലും 8 അസംബ്ലി മണ്ഡലങ്ങളിൽ ഇപ്പോഴും LDF തന്നെയാണ് മുന്നിലുള്ളത്. 2020 തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും 8 ഭൂരിപക്ഷം. കണ്ണൂർ ജില്ലയിൽ 6 മാത്രമാണ് LDFന് ലീഡെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്. അഭിമാനത്തോടെ പറയുകയാണ്, കണ്ണൂർ ജില്ലയിൽ ആകെയുള്ള 11 അസംബ്ലി മണ്ഡലങ്ങളിൽ 8 മണ്ഡലങ്ങളിലും തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പരിശോധിച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് ഭൂരിപക്ഷം. അത് ഗ്രാമപഞ്ചായത്ത് വോട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാലും ബ്ലോക്ക് പഞ്ചായത്ത് വോട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാലും ജില്ലാ പഞ്ചായത്ത് വോട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതായാലും ഇടതുപക്ഷത്തിനാണ് 8 മണ്ഡലങ്ങളിൽ കണ്ണൂർ ജില്ലയിൽ ഭൂരിപക്ഷമുള്ളത്. എന്നാൽ 6 മാത്രമേ ഭൂരിപക്ഷമുള്ളൂ എന്ന നിലയിലാണ് പ്രചരണം വന്നിട്ടുള്ളത്. ആ പ്രചരണം തെറ്റാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും ഇതേ ചിത്രമാണ് കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിരുന്നത്. UDF ചിലയിടങ്ങളിൽ വിജയിച്ചത് വർഗീയ വിഭജനത്തിലൂടെയാണ്. ലീഗും ജമാഅത്തെ ഇസ്ലാമിയും വർഗീയ ചേരിതിരിവുണ്ടാക്കി. മറുവശത്ത് പതിപോലെ RSSും BJPയും വർഗീയ ധ്രുവീകരണമുണ്ടാക്കിയെന്നും KK രാഗേഷ് ആരോപിച്ചു. കേരളത്തിൽ മുമ്പെന്നും കാണാത്ത വിധത്തിൽ കണ്ണൂർ ജില്ലയുടെ ഒരു അനുഭവം എടുത്ത് പരിശോധിച്ചാൽ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ കേന്ദ്രങ്ങളിൽ, അതുപോലെ തന്നെ RSSന് സ്വാധീനമുള്ള ചില പോക്കറ്റുകളിൽ വർഗീയ വിഭജനത്തിന് വേണ്ടിയുള്ള വലിയ പരിശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടിട്ടുള്ള ഒരു സവിശേഷത, ചില പോക്കറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ലീഗിന്റെ മുൻകൈയിൽ ജമാഅത്തെ ഇസ്ലാമിയും എല്ലാം ചേർന്നുകൊണ്ട് വർഗീയമായി ജനങ്ങളെ ചേരിതിരിവ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം നടന്നിരുന്നുവെന്ന് കൃത്യമായിട്ട് കാണാൻ വേണ്ടി കഴിയും. അതോടൊപ്പം തന്നെ RSSും BJPയും അതവർ എല്ലാ ഘട്ടത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പിലും ആ പ്രചരണം നടത്തിയിട്ടുണ്ടെന്ന് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ വളരെ കൃത്യമായ കോലീബി സഖ്യം ഈ കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. UDFന് പല സ്ഥലത്തും BJP വോട്ട് മറിച്ചു. തിരിച്ച് BJPക്ക് വേണ്ടി കോൺഗ്രസും വോട്ട് മറിച്ചു. ചിലയിടങ്ങളിൽ LDFന് പരാജയം സംഭവിച്ചിട്ടുണ്ട്. അത് പ്രത്യേകമായി പരിശോധിക്കുമെന്നും KK രാഗേഷ് പറഞ്ഞു. കണ്ണൂർ ജില്ലയിൽ കോട്ട കാത്ത് തലയുയർത്തി തന്നെയാണ് ഇപ്പോഴും LDF നിൽക്കുന്നതെന്നും രാഗേഷ് വ്യക്തമാക്കി. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് ബിനോയ് കുര്യനെയും വൈസ് പ്രസിഡന്റായി T ഷബ്നിയെയും തീരുമാനിച്ചിട്ടുണ്ടെന്നും രാഗേഷ് പറഞ്ഞു. രണ്ടുപേരും CPM ജില്ലാ കമ്മിറ്റി അംഗങ്ങളാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രവർത്തന രംഗത്ത് മികവ് പുലർത്തിയവരാണ് ഇരുവരും. ജില്ലാ പഞ്ചായത്തിലും വലിയ മുന്നേറ്റമുണ്ടാക്കാൻ LDFന് കഴിഞ്ഞു. കഴിഞ്ഞ തവണ 17 സീറ്റാണ് ഉണ്ടായിരുന്നത്. ഇത്തവണ 18 അത് ഉയർത്താൻ കഴിഞ്ഞതായും രാഗേഷ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.